എന്നാലും അല്ല എങ്ങനെയുണ്ട് ചേട്ടാ? ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ കണക്കുകളൊക്കെ ഒന്ന് എടുത്ത് ഏതൊക്കെ മാസം എത്രയൊക്കെ തരാനുണ്ടെന്ന്. ഓഹോ, ഇന്നെന്റെ ദിവസമാണെന്ന് തോന്നുന്നു. മോട്ടു പറ്റിന്റെ കണക്ക് ചോദിക്കുന്നു. ഉടനെ തന്നെ ഞാൻ നിന്റെ കണക്ക് നോക്കി പറയാം. നാലാം തീയതി ഞാൻ രണ്ടിനെയും വെറുതെ വിടാൻ പോകുന്നില്ല. എത്ര തന്നെ ദൂരം ഓടിയാലും ശരി, ഇന്ന് രണ്ടിനെയും ഞാൻ വിടാനുള്ള ഭാവമില്ല. നിക്കണവിടെ നിൽക്കാൻ. വരൂ, നമുക്ക് അകത്ത് പോയി ഒളിച്ചിരിക്കാം. ചായക്കട ചേട്ടൻ ഇങ്ങോട്ട് വരില്ല. എവിടെ പോയി രണ്ടും? ആ ബംഗ്ലാവിലേക്ക് ഒന്നും പോവരുത്. ഭൂതങ്ങളുടെ ആവാസ കേന്ദ്രമാണത്. ഈ ബംഗ്ലാവ് പണ്ടിവിടെ ഇല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എവിടുന്നോ വന്നതാ. ഇതില് പലതരത്തിലുള്ള മന്ത്രവാദങ്ങളും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏതെങ്കിലും കുറ്റവാളി ഇരിപ്പുണ്ടാവും. എല്ലാവരെയും പേടിപ്പിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഞങ്ങള് വരുമ്പോ ഈ ഗേറ്റ് തുറന്നു കിടക്കുമായിരുന്നു. നിങ്ങളിപ്പോ കണ്ടതല്ലേ? നിനക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ പ്രേതാലയത്തിൽ നിന്ന് കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ട്. വാ മോട്ടു. പ്ലീസ് കം ഇൻ. അകത്തേക്ക് വരൂ. അകത്താരാ ഉള്ളത്? ഇവൻ ചോദിക്കുന്നു പ്ലീസ് കമിൻ. ഞങ്ങൾക്കാരെയും പേടിയൊന്നുമില്ല. ഞങ്ങളെ ആരെങ്കിലും പുറത്ത് കൊണ്ടുവരൂ. ആരെങ്കിലും ഉണ്ടോ? ആരാത് ഞങ്ങളെ രണ്ടുപേരും പേടിപ്പിക്കുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നും പേടിക്കാൻ പോകുന്നില്ല. ഓ റിയലി? ഞങ്ങൾ ഓടുകയാണ്. ഓടുന്നത് പേടി കൊണ്ടൊന്നല്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതാരോ കളിപ്പിക്കുകയാണെന്ന്. മോട്ടു എന്താന്നറിയില്ല, എനിക്കെന്തോ പെട്ടെന്നൊരു പേടി വരുന്നു. ഈ സ്റ്റെപ്പ് എങ്ങനെ പുറകോട്ട് ഓടുന്നത്? അത് പടികളോട് തന്നെ ചോദിക്ക്. ഞാൻ താഴേക്ക് പോവാ. നീ എങ്ങനെയൊക്കെ ഞങ്ങളെ പേടിപ്പിച്ചാലും ഞങ്ങൾ പേടിക്കില്ല. വരൂ വരൂ, എന്റെ മുകളിൽ ഇരുന്നോളൂ. നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. വേണ്ട വേണ്ട, എന്റെ പുറത്തിരുന്നോ. വേണ്ട, ഞങ്ങൾക്ക് ഇരിക്കണ്ട. ഓടിക്കോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ, അവിടെ പോയി ഒളിച്ചിരിക്കാം. താങ്ക് യു ഫോർ യൂസിങ് മീ. സാധാരണ ആളുകൾ എന്റെ മുകളിലാ കിടക്കാറ്, പക്ഷെ നിങ്ങൾ ഉള്ളിൽ വന്നിരിക്കുന്നു. ഇല്ല, ഇതും സംസാരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് പുറത്തു പോകണം. ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. നീ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുക. നീ ഒരു ഹൈടെക് കള്ളൻ തന്നെയാണ്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കാം, പക്ഷെ പേടിപ്പിക്കാൻ പറ്റില്ല. ഐഡിയ. ഹലോ ചിങ്കം സാറേ. ഹലോ ചിങ്കം സാറേ. താങ്ക് യു ഫോർ യൂസിങ് മീ.
ഇതും സംസാരിക്കുന്നുണ്ട്. ഓടിക്കോ. വേണ്ട വേണ്ട, പുറത്തേക്ക് വിട്. വേണ്ട. വേണ്ട, പുറത്തേക്ക് വിട്. എനിക്കറിയാം നീ ഇവിടെ എവിടെയും മിണ്ടാതെ നിപ്പുണ്ട്. ആദ്യം വാഷ് ബേസിലിട്ട് ഞങ്ങളെ ഒന്ന് വരട്ടി, ഡസ്റ്റ്ബിൻ ഞങ്ങളുടെ മേത്തോട്ടിട്ട് ഞങ്ങൾ വൃത്തികേടാക്കി. ധൈര്യം മുൻപിൽ വാ. നീ മിണ്ടാതിരുന്ന് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നേ? ഞങ്ങളുടെ മുമ്പിലേക്ക് വാ, എന്നിട്ട് നോക്ക് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. മുൻപിൽ വന്നല്ലോ, വേഗം ചെയ്യൂ. നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചോ? ചെയ്യാനുള്ളതൊക്കെ അത് ചെയ്തോളും. നമ്മളിപ്പോ ഇവിടുന്ന് ഓടിയാൽ മാത്രം മതി. ഓടിക്കോ. നോ നോ, താങ്ക് യു താങ്ക് യു. വേണ്ട. വേണ്ട, രക്ഷിക്കണേ. വേഗം ഇവിടെ ഓടാൻ നോക്ക്. അത് നമ്മൾ നോക്കുന്ന പോലും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ മേത്തി പൊടി വീണത് കൊണ്ട് അതിന് കാണാൻ കഴിയാത്തെന്നാ. ഏലിയൻസിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഞാനൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതിന് നമ്മളെ കാണാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നത്. ഞാനതിന് ഭൂതത്തെ പോലെ ചെന്ന് പേടിപ്പിക്കാം. വേണ്ട, നീ മണ്ടത്തരം കാണിക്കാതിരിക്കെ. അതൊരു ഏലിയനാണ്. അതിന് ഭൂതങ്ങളെ ഒന്നും പേടി ഉണ്ടാവില്ല. എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം. അവൻ അമ്മേനെ വിളിക്കാൻ തുടങ്ങി. രക്ഷിക്കണേ. നല്ല രസമുണ്ട്. ഏലിയൻസിനെ പേടിപ്പിക്കുമ്പോ നല്ല രസമുണ്ട്. എന്റെ മോട്ടു, നീ അവിടെ രസിച്ചോണ്ടിരുന്നോ? എന്റെ പണി തീരാറായി. അവനെ പേടിപ്പിക്കുന്നൊന്നും നിർത്ത. ഒരു പത്തിലു നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അതിനെ പേടിപ്പിക്കാം. അപ്പൊ അത് ഇവിടുന്ന് പോയിക്കോളൂലേ? ഓടിക്കോ മോട്ടു, അത് നമ്മളെ കണ്ടു കഴിഞ്ഞു. ഇത് എഞ്ചിൻ റൂമാന്നാ തോന്നുന്നേ. വേണ്ട മോട്ടു, വേണ്ട. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും സ്പേസ് ഷിപ്പ് ശരിയാക്കിയിരിക്കുന്നു. എങ്ങനെയാ ശരിയാക്കിയത്? ഇത് ഞങ്ങളുടെ ചേട്ടനനിയന്മാരുടെ കളിയല്ലേ. അതിരിക്കട്ടെ, നീ ആരാ? ഞാൻ കോസ്മോസ് പ്ലാനറ്റിൽ നിന്ന് വരുന്നു. എന്റെ സ്പേസ് ഷിപ്പ് കേടായി പോയി. അതാ ഞാനിവിടെ കുടുങ്ങിപ്പോയത്. ഞാൻ എന്റെ സ്പേസ് ഷിപ്പ് ഈ വീട്ടിൽ കൊണ്ടുവച്ച് കുറെ നാളായി ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വളരെ ധൈര്യശാലികളാണ്.
ശരി, ശ്രദ്ധിച്ചു പോ. ബൈ ബൈ, നീ ശ്രദ്ധിക്കണം കേട്ടോ. ബൈ ബൈ. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടും എന്റെ കൂട്ടുകാരാണ്. ബൈ ബൈ. വേണ്ട. എന്താ എന്ത് ഫുർഫുറി നഗരത്തിന്റെ പുരാതന കഥകളോ? എന്നാ പിന്നെ ഇത് നോക്കണമല്ലോ, എന്തൊക്കെയാ കഥകളെന്ന്. റീഡ് അറ്റ് യുവർ ഓൺ റിസ്ക്. സ്വന്തം റിസ്കിൽ വായിക്കാനോ? അതിന്റെ അർത്ഥം എന്തായിരിക്കും? ആദ്യത്തെ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം രണ്ടാമത്തെ പേജിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന്. പൊളിക്കടുത്തല്ലോ. റിസ്ക് എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോട്ടോ? നീ ആ പുസ്തകം വായിക്കരുത്. എനിക്കാരെയും പേടിയൊന്നുമില്ല, ഞാനിത് എന്തായാലും വായിക്കും. മോട്ടോ നിക്ക്, വായിക്കരുത്. എന്തോ പ്രശ്നമുണ്ട്. പണ്ടൊരിക്കൽ ഫുർഫുറി നഗരത്തിൽ ആരും തന്നെ ഇല്ലായിരുന്നു. വെറും മെഷീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ കുറച്ച് മനുഷ്യർ അവിടെ ചെന്ന് കുടുങ്ങി. പൊളിക്കടുത്തല്ലോ. Why fear when Chingam is here? എന്ത് പറ്റി? എന്റെ അമ്മോ, എടോ താനെന്തായി കാണിക്കുന്ന? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ ചിങ്കം, നീ ഇപ്പൊ തന്നെ ഓടിക്കോ. നമ്മളിതെവിടെ എത്തിപ്പെട്ടത്? ഇത് ഫുർഫുറി നഗറാണല്ലോ. ശരിയാണല്ലോ, നമ്മളെല്ലാരും രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു. മമ്മി, ഈ മനുഷ്യന്മാരിത് എവിടുന്ന് വന്നു? ഇത് ഞങ്ങളുടെ രാജ്യമാ, പിടിക്കടാ അവരെ. ട്രക്ക് സംസാരിക്കുന്നോ? ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഒരു കാലത്ത് ഫുർഫുറി നഗരമേ മിഷനുകളുടെ നഗരമായിരുന്നെന്ന്. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് എത്തിയെന്നാ തോന്നുന്നത് ചങ്ങ. പൊളിക്കടുത്തല്ലോ. ഇനിയിപ്പോ എന്താ സംഭവിക്കാ? ഇത് മെഷീനുകളുടെ നഗരമാണല്ലേ. ഞാൻ ഇന്നേ വരെ കഥകളിൽ മാത്രമേ മനുഷ്യന്മാരെ പറ്റി കേട്ടിട്ടുള്ളൂ. ഇവര് വലിയ ശക്തിശാലികളാന്നാ പറയുന്നേ. വരൂ, നമുക്ക് നമ്മുടെ ശക്തി ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വരൂ, പിടിക്കവന്മാരെ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ പത്തലോ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യ്. ഐഡിയ, ബുക്കിന്റെ അടുത്ത പേജ് വായിക്കാം. അവര് ഓടിക്കൊണ്ടേ ഇരുന്നു. ആ സമയത്ത് ഒരു കാർ വന്ന് അവരെ സഹായിച്ചു. ഹായ്, എന്റെ
പേര് ബേബി എന്നാണ്. പെട്ടെന്ന് വരൂ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. പൊളിക്കടത്തല്ലോ. താങ്ക് യു സഹോദരി, താങ്ക് യു. ഇതൊക്കെ എന്റെ കടമയല്ലേ, പക്ഷേ നിങ്ങൾ എന്റെ ചേച്ചിയെ രക്ഷിക്കണം. ചേച്ചി, ഞാനിതാ വരുന്നു. എന്റെ കാറ് ചേച്ചി ഇപ്പൊ ഒന്ന് നേരെയാവ്. ട്രക്ക് ഒരുപാട് പുറകിലാണ്. മോട്ടു, വേഗം അടുത്ത പേജ് വായിക്കേ. അപ്പോഴവരെല്ലാവരും ആകാശത്തിലേക്ക് പറന്നു പൊങ്ങി. പൊളിക്കടത്തല്ലോ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ബുൾഡോസർ ചേട്ടാ, നിങ്ങൾ പറഞ്ഞതല്ലേ എന്റെ ചേച്ചിക്ക് പകരം ആരെയെങ്കിലും യുദ്ധത്തിന് കൊണ്ടുവന്നാൽ എന്റെ ചേച്ചിയെ വെറുതെ വിടാമെന്ന്. ഈ ആളുകളൊക്കെ എന്റെ ചേച്ചിക്ക് പകരം യുദ്ധം ചെയ്യും. എനിക്ക് സമ്മതമാണ്. മനുഷ്യരോട് യുദ്ധം ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. കുറെ നാളുകൾക്ക് ശേഷമാണ് എന്റെ ശക്തി എനിക്കൊന്ന് പുറത്തെടുക്കാൻ പറ്റുന്നത്. സന്തോഷമായി. ഞാൻ യുദ്ധം ചെയ്യില്ല ചകേ. അതെ, ഞാനും യുദ്ധം ചെയ്യില്ല. സോറി ബേബി, അപ്പൊ നിന്റെ ചേച്ചി തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും. ഞങ്ങൾ യുദ്ധം ചെയ്യാം. ബേബിയുടെ ചേച്ചിയെ വിടൂ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. കൂട്ടുകാരെ, മനുഷ്യരാണ് എപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് മനുഷ്യന്മാർക്ക് നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കാനുള്ളൊരു സമയമായി. കേൾക്ക്, കാലിയെ വിളിക്ക്. എന്നിട്ട് ബേബിയുടെ ചേച്ചിയെ വിട്ടേക്ക്. പൊളിക്കടത്തല്ലോ, എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. ഞാൻ പോന്നു. പൊളിക്കടത്തല്ല മോട്ട് പത്ലു, നിങ്ങൾ രണ്ടാളും ചേർന്ന് ഇന്ന് എന്റെ കഥ തീർക്കുന്ന തോന്നണേ. പിന്നെ ഒന്നും ഞാൻ വെറുതെ വിടൂല. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും രക്ഷപ്പെടാനാവൂല. നിനക്കൊക്കെ ഓടാവുന്നതിന്റെ അത്രയും ഓടിക്കോ. മോട്ടു, പുസ്തകത്തിന്റെ അവസാനത്തെ പേജ് വായിക്കേ വേഗം. അതിന് ഇതൊന്ന് നിന്ന് കിട്ടിയാലല്ലേ എനിക്കിത് വായിക്കാൻ പറ്റുള്ളൂ പത്ലു. ഞാൻ ഈ പുസ്തകം ചിങ്ങം സാറിന് കൊടുത്തേക്കാം. അപ്പോൾ ആകാശത്ത് നിന്നും അവരെ സഹായിക്കാനായി ഒരു കാർ എത്തുന്നു. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി അത് കൊണ്ടുപോകുന്നു. വേഗം വരൂ. Thank you, മോട്ടു പത്ലു. നിങ്ങൾ രണ്ടുപേരുമാണ്
നിങ്ങളാണ് എന്റെ ചേച്ചിയെ രക്ഷിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോവാൻ സമയമായിരിക്കുന്നു. ബൈ ബൈ. അതെ, നിങ്ങൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ കിടന്നിങ്ങനെ അലറുന്നേ? എടാ, ഇവന്മാർക്ക് ഇത് എന്ത് പറ്റി? വട്ടായി എന്നാ തോന്നുന്നേ.